നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ പെരുന്നാളായിട്ട് പള്ളിയിൽ പോണത് ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കുളിച്ച് എന്നിട്ട് ഒരുങ്ങി വന്നിട്ട് വീഡിയോ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് പള്ളിയിൽ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ എണീച്ചപ്പോൾ താമസിച്ചു. എണീച്ചിട്ട് പിന്നെ ഞങ്ങൾ ആദ്യം കണ്ടത് ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ഓട്ടോ ഓടുന്നതാണ്. ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഒരു കറക്റ്റ് വെക്കുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഇടയ്ക്കെങ്ങാണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോങ് വീഡിയോ ഇടുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് 1 വർഷമായെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ലാസ്റ്റ് ഇട്ട വീഡിയോ ഏതാ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എങ്ങാണ്ടും സ്കൂളിൽ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ നാട്ടിലില്ല, ഞാൻ ചില പ്രത്യേക സാഹചര്യങ്ങളായിട്ട് സൗദി കയറി വന്നു. ആ സംഭവമൊക്കെ ഞാൻ പറയാം. ഈ വേട്ടവാളയം പോലെയുണ്ടോ, ഇവന്മാർ രണ്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്. ഇവൻ സിദ്ദീഖ്, ഇവനും മലയാളം അറിയാം. ഈ ബൈക്കാണെങ്കിൽ മലയാളം അറിയത്തില്ല, ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. സിദ്ദീഖേ, എനിക്ക് വ്ളോഗ് ഉണ്ടോ നാട്ടിൽ, എൻ്റെ ചാനലാണിത്. ബാക്കി എന്ന് പറയുമ്പോൾ ഇല്ലയെന്ന് പറയാം. അവന് മലയാളം അറിയാടാ, പറ്റില്ല. അവൻ കാടിലോട്ട് കയറ്റി വിടിപ്പോ. ഫൈസലിനെയാണ് ചെറുക്കൻ ലക്ഷ്യം. ഉള്ളല്ല എന്താ തൊട്ടിട്ട് ഇവൻ എന്ത്ര ആളിയാ. അടിച്ചുറാ മണ്ടക്കെടയിൽ അല്ല അവന്റെ അടുത്ത് ഇനി അവന്റെ സേതിലേടാ വാടാ. കൈനേട്ടം പൂരി കഴിക്കാൻ പോയി ഓർമ്മയുണ്ട്. ഞാൻ ദോശം പിടിച്ച് കഴിച്ച് എന്നെ ചോദിച്ചത്. എന്റെ ഫുഡ് വരാറായില്ല. അങ്ങനെ പള്ളിയിൽ പോയിട്ടാണെങ്കിൽ നമ്മൾ പാർക്കിൽ നിന്ന് കുറേ നേരം കളിച്ചതിന് ശേഷം പോയി ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അതേ പാർക്കിൽ തന്നെ ഇരുന്ന് കഴിച്ചിട്ടാണെങ്കിൽ ഇപ്പം സെയ്തിലേക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ കടയിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് നേരെ റൂമിൽ പോകണം. എന്നിട്ട് ഇനിയിപ്പോൾ ഉറക്കം നടക്കത്തില്ല. സാധാരണ ചെറിയ പെരുന്നാളിനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിയതാണ്. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച വേണ്ട അതൊക്കത്തില്ല. ഇനിയിപ്പം ഇവിടുന്ന് നേരെ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോകണം. കൊള്ളത്തില്ല, ബ്ലാക്ക് കൊള്ളം. ഇതിട്ടാ ഞാൻ പറുത ഇട്ട് കൊണ്ടിരിക്കും. ഈ കുഞ്ഞി ചെരുപ്പ് ഇനി പറഞ്ഞാൽ തീരെ വരുന്നത് ചെട്ടികൾ ഓർമ്മ 2 എടുത്തിറാ. അവ എന്തിയാ ശേലി എടുത്താ അതോളൂ. അതേ സെയിമാ ഞാനോട്ടെ. വയറുണ്ട് ഇവിടെ വന്നിട്ട് വന്ന വയറില്ല. അതിന്റെ കൈ മാത്രമേ കാണത്തുള്ളൂ. ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ പള്ളിയിൽ പോകാനായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഉറക്കം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പള്ളിയിലോട്ടാണ്. ഭയങ്കര വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ. പുറത്ത് നിന്ന് അൽഫാമായി പോകും മാതിരി വെയിൽ. നീ മുടുക്കാനായില്ല പുതിയതൊക്കെ ഇട്ട്. പുതിയ ഷൂ, പുതിയ പാൻറ്, പുതിയ ഷർട്ട്, ഒരു നിക്കറും കൂടി വാങ്ങണ്ടായിരുന്നല്ലോ. കുറേ നാളുകൾക്ക് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ സമാധാനത്തിൽ ഇരുന്നിട്ട് ഇറങ്ങി വരുന്നത്. സാധാരണ കടയുള്ളപ്പോഴത്തേക്കും നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഓടി ഒറ്റ പോകാം കടയിലോട്ട്. ഇപ്പം നല്ല ആശ്വാസമുണ്ട് മനസ്സിന്. നിസ്കാരം ഇന്ന് അവധിയാണെങ്കിലാ.
അതിനകത്ത് അവനെ പിടിച്ച് മുക്കുക, മുക്കി ഉരുട്ടിയെടുക്കും. അടിപൊളി ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി. ഇനിയും നടന്നാൽ ഞാൻ കുഴഞ്ഞു വീഴും. കുഴഞ്ഞു വീണ് 2 പെട. പൈസയിലുണ്ടെങ്കിൽ വിഷയമില്ലായിരുന്നു. അവ ഒറ്റ കൈ കൊണ്ട് തൂക്കിയെടുത്തിട്ടുണ്ടോ എന്നെ തോളിൽ. നടക്ക്. വണ്ടി ലാസ്റ്റ് നമ്മൾ കണ്ടുപിടി. എടാ ഇവിടെ വരാനാണോ നമ്മൾ ഇത്രയും കടന്ന് ചുറ്റിയത്? അപ്പുറത്തൂടെ കയറിയതായിരുന്നു, അടുത്തായിരുന്നു. എവിടെ അതുവഴി കയറാൻ പറ്റും? എവിടെയോ വന്നത്, നമ്മൾ അങ്ങോട്ടാ വന്നത് മറ്റേ. ആ അത് ശരിയാണ്, സോറി. ഇടയ്ക്ക് അങ്ങനെ അത് ചൂടിഞ്ഞാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് മണ്ടത്തരങ്ങൾ വായിന്ന് വരുന്ന. ഇഷ്ടംപോലെ പ്രൈസ്. ഹായ്. ആദ്യം പായസം, അത് നെയ്യാണ്. എനിക്ക് നെയ്യ് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ഒറ്റടിക്കടിക്കുന്നതാണ് നീ നാട്ടിലൊക്കെ നോടിയാണ് ഇത് കുടി ഫോട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ഈ റൂമിൽ കയറി വന്നിട്ട് കയറി കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറന്നപ്പോഴത്തേക്കാണെങ്കിൽ രാത്രി ആയിപ്പോയി. ഇനിയിപ്പോഴാണെങ്കിൽ നമുക്ക് കടയിൽ പോയിട്ടാണെങ്കിൽ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് അല്ല, അതിന് മുമ്പാണെങ്കിൽ ഫൈസലിനെയൊക്കെ വിളിക്കണം. അവന്മാരെ അപ്പുറത്തെ റൂമിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടാണെങ്കിൽ ഫുഡും മേടിച്ചിട്ട് കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് തിരിച്ച് റൂമിൽ കയറാം. അപ്പോൾ നമുക്ക് അമ്മമാരെ വിളിച്ചിട്ട് പോയി ചായ കുടിച്ചിട്ട് നീ പോയി. നീ ഇവിടെ വന്നപ്പോൾ ഹിന്ദി അറിയായിരുന്നു നിനക്ക്? എനിക്ക് പറഞ്ഞുകൂടെ. നമ്മൾ ചായ കുടിക്കണം. ആ ദോയിരിക്കുന്നത് ഷെരീഫിക്ക. ആദ്യമേ വന്നല്ലേ നമ്മള് സുമേഷിന്റെ കടയിൽ വാങ്ങിച്ചത് എല്ലാം ചെക്ക്, നീല ചെക്ക്. അല്ല ഈ ഉടുപ്പിന്റെ തൊപ്പി വന്നപ്പോഴല്ലേ കുറച്ചും കൂടി എടാ എടാ തൊപ്പി ഇടമ്പഴല്ല അല്ലെന്ന്. നീ അവർക്ക് തന്നെ ഊക്കാൻ വേണ്ടിട്ട് മാത്രമല്ലേ പൈസ അല്ലേ? അല്ല അവൻ പെർഫ്യൂം എടുക്കാൻ വന്നിരിക്കും. കുട്ടപ്പൻ എവനെയല്ലേ നമ്മൾ ഇന്നലെയും കണ്ടേ? ചെറുകൻ എവനാണെങ്കിൽ നമ്മൾ ഇന്നലെയും കണ്ടേ അവനെ. ഡേ എന്തുകൊണ്ട് സുഖമാണോ? ഡേ നീ നമ്മളെ മറന്നു. ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ച അല്ല ഓർമ്മയുണ്ടോ? തൊട്ട കടിക്കുമല്ലേ? കുട്ടപ്പാ കുട്ടപ്പാ വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട. നമുക്കാണെങ്കിൽ ഇനിയിപ്പം നാളെ കട കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അടിമപ്പണി. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. നീ ഇടയ്ക്ക് അതുകൊണ്ട് ആ സിഗ്നലിൻ്റെ അടുത്താണ് നമ്മുടെ കട. അങ്ങോട്ടേക്ക് ഇറങ്ങണം, മീനൊക്കെ തരാം. നീ അവിടെ കൂടേ, നമ്മുടെ റൂമിൻ്റെ അടുത്ത് സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കിടന്നതിനാ നല്ലയാ. നിനക്ക് പിള്ളേരും വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്നിട്. ഉണ്ടെങ്കിൽ അവിടെ വളർത്തായിരുന്നു, നല്ലതായിരുന്നു.